നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒരു സത്യസന്ധമായ ഒരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയോ? ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് പ്രശ്നം ഞാൻ തന്നെയാണോ എന്ന്? ബന്ധത്തില് നമ്മൾ സാധാരണ എന്താ ചെയ്യാന്നറിയോ? പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരാളെ ആയിരിക്കും. അവരങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കിയില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാല്ലേ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ പോലും നമ്മൾ ഇരുത്തി ചിന്തിക്കാറില്ല ഞാൻ അവനോ അവളോ ആയിക്കോട്ടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിലെ ഹീറോകളാണല്ലോ എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റായാലും നമ്മളെപ്പോഴും നമുക്ക് ശരിയാണ് എന്നേ തോന്നുള്ളൂ. പക്ഷെ ബന്ധം എന്നത് ശരിക്കും എങ്ങനെയാണെന്നറിയോ? തെറ്റും ശരിയും കണ്ടെത്താനുള്ള ഒരു കളിയാണ് എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കണ്ട. കാരണം അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണെന്നാ പറയാം. ഒരു ചെറിയ സത്യം പറയട്ടെ നിങ്ങളോട്, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേൾക്കുന്നതിന് പകരം നിങ്ങൾ ആ പറയുന്നതിനോട് വാദിക്കാൻ നിൽക്കുന്ന ഒരാളാണോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്നുണ്ടോ, മാറുന്നുണ്ടോ എന്നുള്ളതാണ്. മാറുന്നെങ്കിൽ അത് എവിടെയാണ് അതിന്റെ കാരണമെന്ന് നിങ്ങൾ നോക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? സോറി എന്ന് പറയാൻ എൻ്റെ ഈഗോ എനിക്ക് തടസ്സമാകുന്നത് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കട്ടോ. അങ്ങനെ വരുന്നുണ്ടോ നിങ്ങൾക്ക്? മറ്റേ വേദന നിങ്ങൾക്ക് ചെറിയതായി പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ ബന്ധത്തെ തകർക്കും. പക്ഷെ നമ്മൾ ആരും കാണാതെ ശബ്ദമില്ലാതെയൊക്കെ ഇതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു ദിവസം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഈ ബന്ധം മാറിപ്പോയി എന്നുള്ളത്. അപ്പോഴും മറുപടി സിമ്പിളാണ്, നമ്മൾ മാറാൻ തയ്യാറാണ് ഇല്ല എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നരുത് എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനാണ് കുറ്റക്കാരൻ. വേണ്ട കേട്ടോ, അങ്ങനെ ഒരിക്കലുമല്ല. ബന്ധം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇഷ്യൂവിൽപ്പെട്ട കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന, നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ കുറച്ചും കൂടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ, അതുമല്ല നിങ്ങൾ കുറച്ചും കൂടെ അങ്ങ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, അതുമല്ല നിങ്ങൾക്ക് സോറി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സമയം വരുമ്പോൾ, അപ്പോൾ ബന്ധം തന്നെ പതുക്കെ പതുക്കെ സുഖപ്പെടാൻ തുടങ്ങുന്ന പറയാം. കാരണം സ്നേഹം എന്നത് ഒരു വലിയ കാര്യങ്ങളിലൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളിലും വിട്ടുവീഴ്ചകളിലൊക്കെയാണ് കൊടുക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അതുകൊണ്ട് പ്രശ്നക്കാരൻ നിങ്ങൾ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളൊന്ന് പരിശോധിക്കാൻ ഞാൻ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം തന്നെ. താങ്ക് യു.